ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലൊരു അത്യാവശ്യം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് രാവിലെ കണ്ടത്. ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു മുകളിലൊരു ഗ്യാപ്പ് അപ്പിൽ നിഫ്റ്റി ഓപ്പണായി. അതിന് പ്രധാന കാരണം ആ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ടായിരുന്നു ഇന്ന് നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നത്. SGX നിഫ്റ്റിയൊക്കെ രാവിലെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 65 പോയിൻറ്റ്സ് അപ്പിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ US മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഒരു സപ്പോർട്ടീവായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിലേക്ക് ഓപ്പൺ ആയി. പക്ഷേ പിന്നീട് നോക്കുകയാണെങ്കിൽ ആ ഒരു ഗെയിൻ നിഫ്റ്റിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വേണം കാണാൻ. ഇന്നത്തെ ഒരു സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മെറ്റൽ സെക്ടർ അതായിരുന്നു ഇന്നത്തെ ടോപ്പ് ഗെയിനറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ FMCG, റിയാലിറ്റി, ഓട്ടോ ഇവരൊക്കെയായിരുന്നു ബിഗസ്റ്റ് ഗെയിനേഴ്സായിട്ട് നിന്നത്. പിന്നെ ഇന്നത്തെ മെയിനായിട്ടുള്ള ലോസേഴ്സ് നോക്കുകയാണെങ്കിൽ IT സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ ഇന്ന് ലോസിൽ പോയത്. അതേ തുടർന്ന് ഫാർമ സെക്ടറും. ഇനി ഇന്നത്തെ അഡ്വാൻസസ് ഡിക്ലൈൻസ് നോക്കുകയാണെങ്കിൽ 31 സ്റ്റോക്കുകൾ നിഫ്റ്റി 50 അഡ്വാൻസസിലുണ്ടായിരുന്നു. 19 സ്റ്റോക്കുകളായിരുന്നു ഡിക്ലൈനിൽ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ നമ്മുടെ നിഫ്റ്റി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പറഞ്ഞതുപോലെ ആ ഒരു നല്ലൊരു ഗെയിനോടെ ഓപ്പൺ ആയതിനു ശേഷം പിന്നീട് ആ ഒരു ഗെയിൻ നിഫ്റ്റിക്ക് പിടിച്ചു നിർത്താനായില്ല എന്ന് വേണം കാണാൻ. പിന്നീട് ഒരു നല്ലൊരു സെല്ലിംഗ് പ്രഷറിൽ മാർക്കറ്റ് പോയി ഒരു ഡൗണിലാണ് എൻഡ് ആയത്. ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്നത് ഒരു ബിയറിഷ് പാറ്റേൺ ആണ് നമുക്കിപ്പോൾ ഫോം ആയിരിക്കുന്നത് നിഫ്റ്റി ഡെയിലി ചാർട്ടിൽ. അപ്പം നമുക്കിപ്പോഴും മാർക്കറ്റിലൊരു ട്രെൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ എങ്ങോട്ടേക്ക് എന്നുള്ളൊരു കറക്റ്റ് ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമുക്കിപ്പോഴും ചാർട്ടിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. കാരണം നോക്കുകയാണെങ്കിൽ ഒരു വളരെ നാരോ റേഞ്ചിലായിട്ടുള്ള ഒരു ട്രേഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റിയിൽ. പക്ഷേ നോക്കുകയാണെങ്കിൽ ഒരു ലോവർ ഹൈസ് പുതിയ ഹൈസൊക്കെ ലോവർ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബിയറിഷ് ട്രെൻഡാണ് ഇപ്പോഴും മാർക്കറ്റിൽ കാണുന്നത്. ഇനി അതുമാത്രമല്ല നമ്മുടെ ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ മന്ത്ലി എക്സ്പയറി ആണ് ഓപ്ഷൻ്റെ. അപ്പോൾ ആ ഒരു എക്സ്പയറി ഡാറ്റയൊക്കെ മന്ത്ലി ഡാറ്റയൊക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് കൂടുതലും പുട്ട് ഓപ്ഷൻസ് നിൽക്കുന്നത് 9,000 റേഞ്ചിലാണ്. അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിലും അവിടെ ഏകദേശം 9,300 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കോൾ ഓപ്ഷൻസും മാക്സിമം വന്നിരിക്കുന്നത് അതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു റേഞ്ചിലുള്ള ഒരു ട്രേഡാണ്, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് നിഫ്റ്റി നിൽക്കാൻ സാധ്യത എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് തന്നെ. പിന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇപ്പോൾ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് നിൽക്കുന്നത് 9,190 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് വരും ദിവസങ്ങളിൽ അതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് നമുക്കൊരു 9,300, 400, 500 ആ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് അപ്പ് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ പിന്നീട് ഇപ്പോൾ 8,900 ആ ഒരു റേഞ്ചിലാണ് നമുക്കിപ്പോൾ നല്ലൊരു സപ്പോർട്ട് നിൽക്കുന്നത്. അതേ തുടർന്ന് 8,800 ആ ഒരു റേഞ്ചിൽ നമുക്ക് അടുത്തൊരു സപ്പോർട്ട് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നിഫ്റ്റി താഴേക്ക് പോകാനുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആ ഒരു മാർക്കറ്റിലൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്ത രീതിയിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഗ്ലോബൽ മാർക്കറ്റൊക്കെ ഒരു പോസിറ്റീവ് ട്രെൻഡ് കാണിക്കുന്നു. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് ന്യൂസുകളൊക്കെ, അതായത് കൊറോണയെ സംബന്ധിച്ചിടത്താണെങ്കിലും അതേപോലെ തന്നെ ഏർണിങ്സ് റീൽസൊക്കെ നോക്കുകയാണെങ്കിലും ഒരു അത്രയും ശുഭകരമായ വാർത്തകൾ നമുക്കിപ്പോൾ കിട്ടുന്നില്ല. കാരണം ഇപ്പം കൊറോണയുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1.5 ലക്ഷത്തിലേക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഏർണിങ്സ് റിലീസ് നോക്കുകയാണെങ്കിൽ ഓരോ കമ്പനികളുടെ നമുക്ക് അത്ര ഒരു ശുഭകരമായ ഏർണിങ്സ് റിലീസുകൾ അങ്ങനെ എല്ലാ കമ്പനികളിൽ നിന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സിനും ഇപ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളും ഒന്ന് മാർക്കറ്റിലേക്ക് നമുക്കൊരു ഐഡിയ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് വരെ ഒന്ന് കോഷ്യസ് ആയിട്ട് ഇരിക്കുക മാർക്കറ്റിൽ. ഇനി ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇന്നലെ ഒരു പോസിറ്റീവിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഡൗ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിലും അതൊരു പോസിറ്റീവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് എല്ലാം തന്നെ പോസിറ്റീവിലാണ് കാണിക്കുന്നത്. ഏകദേശം 1% മുതൽ 1% വരെ പോസിറ്റീവിലാണ് എല്ലാ മാർക്കറ്റും പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റും എല്ലാം തന്നെ ഒരു പോസിറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത്. നിഫ്റ്റി ഇപ്പോൾ ഒരു ബോർഡർ റേഞ്ചിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ ഇന്നൊരു ഡൗൺ ഉണ്ടായിട്ടുണ്ട്. കാരണം ആ ഒരു ഗ്ലോബൽ ലെവലിലുള്ള ഒരു സ്റ്റോക്കിൻ്റെ ഒരു റാലി തന്നെയാണ് ഗോൾഡിൻ്റെ പ്രൈസിൽ ഡൗൺ വരുത്തിയത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസും ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച കണ്ടിരുന്നു FIIൻ്റെ ഭാഗത്ത് നിന്ന് 1,353 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് വന്നത്. ഇന്നത്തെ ഡാറ്റ ഇനി അപ്ഡേറ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ അവിടെ 344 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഇന്ന് രൂപയുടെ മൂല്യത്തിലൊരു വർധനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ റിക്കവറി അവർ കാണിച്ചു ഒരു ഡോളറിന് അഗൈൻസ്റ്റ് ആയിട്ട്. 75.66 ഇന്ന് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിനെ ഏറ്റവും കൂടുതൽ താഴെ ഡ്രാഗ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ TCS, ഭാരതി എയർടെൽ, ഇൻഫോസിസ്, അതായത് പ്രധാനമായിട്ടും IT സ്റ്റോക്കുകളും അതേ തുടർന്ന് ബാങ്കിങ് സ്റ്റോക്കുകളായിരുന്നു ഇന്ന് നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്തത്.
പിന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഭാരതി എയർടെല്ലിൽ അവരുടെ പ്രൊമോട്ടേഴ്സ് ഏകദേശം 15 കോടി ഷെയർസ് ഇത് വിൽക്കാനായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഓഫറിൽ വെക്കാനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രൈസ് നോക്കുകയാണെങ്കിൽ 558 രൂപ, അതായത് ഫ്രൈഡേ ക്ലോസിംഗ് പ്രൈസിൻ്റെ അതിൽ നിന്ന് 6% ഡിസ്കൗണ്ടിൽ അവർ 15 കോടി ഷെയർസ് വിൽക്കാനായിട്ട് അവരൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രധാനമായിട്ട് ആ ഒരു കമ്പനീനെ ഡെപ്റ്റ് ഫ്രീ ആക്കി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ അത് തുടർന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് സ്റ്റോക്ക് ഡൗണിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ITC നോക്കുകയാണെങ്കിൽ അവർ സൺറൈസ് ഫുഡ്സിന് അക്വയർ ചെയ്യാനായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് അവർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ JSW സ്റ്റീൽ നോക്കുകയാണെങ്കിൽ അവർ NCD 7,000 കോടിക്ക് അടുത്ത് വരെയുള്ളൊരു വർത്ത് ചെയ്യുന്ന ഒരു NCD റേസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബോർഡിൻ്റെ അതിനുള്ള അപ്രൂവൽ അവർക്ക് കിട്ടി. ഏഷ്യൻ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ അവർ സ്റ്റോക്ക്, അതായത് വരുന്ന ജൂൺ 12-ാം തീയതിയുള്ള മീറ്റിങ്ങിൽ Q4 റിസൾട്ട്സും അതേപോലെ തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ്, അതായത് ഇപ്പോൾ സ്റ്റോക്കിനുള്ള സ്പ്ലിറ്റ് വരുത്താനുള്ളൊരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കിന് ഒരു നല്ലൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു ഏഷ്യൻ മോട്ടോഴ്സിന്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻഡിഗോനെ സംബന്ധിച്ചിടത്തോളം മെയ് 31 വരെ 200 ഫ്ലൈറ്റ്സിനടുത്ത് അവർ ഫ്ലൈ ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് അവർക്കും. പിന്നെ NCC അതുപോലെ തന്നെ ജസ്റ്റ് ഡയൽ ഇവരെ സംബന്ധിച്ചിട്ടുള്ള ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 31 തൊട്ട് അവർ F&O സെഗ്മെൻറ്റിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ട്രേഡേഴ്സൊക്കെ ഒന്ന് ഇതൊന്ന് അവെയറായിട്ടിരിക്കുക, ഈ ഒരു സ്റ്റോക്കുകളൊക്കെ, അതായത് ട്രേഡിങ്ങിൻ്റെ ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ. പിന്നെ IDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരും ഒരു 5,000 കോടിയുടെ ഒരു NCD അതിനുവേണ്ടിയുള്ള ഒരു അപ്രൂവൽ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഇക്വിറ്റി ഷെയർസിനെ വിൽക്കുന്നത് വഴിയായിട്ടോ അല്ലെങ്കിൽ NCD വഴിയായിട്ടോ ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ടുള്ള ഒരു അപ്രൂവൽ അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് യെസ് ബാങ്കിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഭാരതി എയർടെലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ന്യൂസ് കണ്ടിരുന്നു. ഈ ഒരു ന്യൂസ് വന്നതിനെ തുടർന്ന്, അതായത് പ്രൊമോട്ടേഴ്സ് ഷെയർസ് വിൽക്കുന്നതിന് ന്യൂസ് വന്നതിനെ തുടർന്ന് ആ ഒരു സ്റ്റോക്കിൽ നിന്ന് ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്ത പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലൊന്നായിരുന്നു ഭാരതി എയർടെലും. പിന്നെ ബാറ്റ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏർണിങ്സ് റിലീസ് ആയിരുന്നു. അപ്പോൾ അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ അവർ 9% ഡിക്ലൈൻ ആണ് റവന്യൂവിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അത് പകുതിയിലധികം താഴെയായി എന്നുള്ളൊരു റിപ്പോർട്ടും അവർ കൊണ്ടുവന്നു കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഇതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് കൊറോണയുടെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്, അത് ലോക്ക്ഡൗണും അതെല്ലാം തന്നെയാണ് ആ ഒരു ഇതിന് പ്രധാന കാരണം, അതായത് ഈ ഒരു ഡിക്ലൈന് പ്രധാന കാരണമെന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തുടർന്ന് ആ സ്റ്റോക്ക് ഏകദേശം 3.5% വരെ താഴേക്ക് പോയിരുന്നു. പിന്നീട് അത് ഗെയിനിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സ്റ്റോക്ക്. പിന്നെ ജിൻഡാൽ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു ന്യൂസ് ആയിരുന്നു ഇന്ന്, അതായത് അവരുടെ ആ ഒരു പ്രോഫിറ്റ്, അതായത് അവരുടെ ഏർണിങ്സ് റിലീസിലൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു അവർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തെ ആ ഒരു ലോസിൽ നിന്ന് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് 2046 കോടി കഴിഞ്ഞ വർഷം ലോസ് ആയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു വർഷം അത് 406 കോടി പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എബിറ്റ നോക്കുകയാണെങ്കിൽ 20% വർധനവും, അതുപോലെ തന്നെ മാർജിൻസിൽ 25.2% വർധനവും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഒരു സ്റ്റോക്കിന് പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അത് തുടർന്ന് ഇന്ന് സ്റ്റോക്ക് പോസിറ്റീവിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഡയലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏർണിങ്സ് റിലീസ് നോക്കുകയാണെങ്കിൽ റവന്യൂ ഗ്രോത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രോഫിറ്റിൽ നോക്കുകയാണെങ്കിൽ 21% വർധനവ്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 21% വർധനവ് ഉണ്ടായി എന്ന് അവർ റിപ്പോർട്ട് ചെയ്തു. അതൊന്ന് സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ടാറ്റ മോട്ടോഴ്സ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ന്യൂസായിരുന്നു, അതായത് 1000 കോടിയുടെ ഒരു NCD അത് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു അപ്രൂവലിന് വേണ്ടി നിൽക്കുന്നത്. അത് ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്കൊരു അപ്രൂവൽ കിട്ടി അത് ഇഷ്യൂ ചെയ്യാനായിട്ട്. പിന്നെ അവന്യൂ സൂപ്പർ മാർട്ട് അവരും അവരുടെ ഏർണിങ്സ് റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ Q4 റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നോക്കുകയാണെങ്കിൽ 45% ഡിക്ലൈൻ ആണ് റവന്യൂവിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 45% ഡിക്ലൈൻ ഉണ്ടായി എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം അവർ ലോക്ക്ഡൗൺ ആയിരുന്നു, ഏപ്രിൽ മന്ത് മൊത്തത്തിൽ ലോക്ക്ഡൗൺ ആയിരുന്നു പോയിരുന്നത്. അതുമാത്രമേ, പക്ഷേ ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ള വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് മാസത്തിലേക്ക് എത്തുമ്പം അതിൽ പക്ഷേ ഒരു വർധനം ഉണ്ടാവുന്നുണ്ട്, അതായത് ആ ഒരു സെയിൽസിലും അതുപോലെ തന്നെ ഗ്രോത്തിലൊക്കെ ഒരു വർധനം ഉണ്ടാവുന്നു എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് ഗ്രാസിം ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം ഒരു 12.43 ലക്ഷം ഷെയർസിൻ്റെ ഒരു ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ട് NSEയിൽ. അപ്പോൾ ഈ ഒരു ഷെയറൊക്കെ കൈവച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക ന്യൂസ്. പിന്നെ IDFC ബാങ്ക് അതുപോലെ തന്നെ അവരുടെ ഏർണിങ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കുവാണെങ്കിലും അവർക്കും ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു, അതൊരു പ്രോഫിറ്റിലേക്ക് വന്നു Q4 എന്നുള്ളൊരു ന്യൂസ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നോക്കുകയാണെങ്കിൽ അസറ്റ് ക്വാളിറ്റിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവർ ഉണ്ടായി എന്ന് അവർ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഒരു പ്രൊവിഷൻസിൽ മാത്രം ഒരു ഡിക്ലൈൻ വന്നു എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് റോട്ടേഴ്സിൽ വന്നൊരു ന്യൂസാണ്. അതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റൊക്കെ വന്നതുകൊണ്ട് ഊബറിൽ അവർ 600 ജോബ്സിൽ ഒരു ജോബ് കട്ട് വരുത്തുവാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ മാത്രമല്ല, ഇന്ന് ന്യൂസ് റിപ്പോർട്ടിൽ വന്നൊരു വേറെ ന്യൂസാണ്, ടി വി എസ് മോട്ടോഴ്സും അവരുടെ എംപ്ലോയീസിൽ ഒരു സാലറി കട്ട് വരുത്താൻ പോകുന്നു എന്നുള്ളൊരു ഇത് അടുത്തൊരു 6 മാസത്തേക്കാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അവർ സാലറി കട്ട് വരുത്താൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ കമ്പനികൾ ഇങ്ങനെയുള്ള ഒരു മെഷേഴ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഒരു കമ്പനീനെ പിടിച്ചു നിർത്താൻ, അതുപോലെ തന്നെ വന്ന ആ ഒരു ലോസ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലെ ബിസിനസ്സിൽ വന്നൊരു ഇമ്പാക്റ്റൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പം ഇനിയും കൂടുതൽ കമ്പനികൾ ഇങ്ങനത്തെ ഒരു ഡിസിഷൻസൊക്കെ മുമ്പോട്ട് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോഴും നോക്കുകയാണെങ്കിൽ കൊറോണയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമുക്കൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലും എല്ലാത്തിലും. അതുപോലെ തന്നെ ന്യൂസിലൊക്കെ നമ്മളൊന്ന് കൂടുതൽ വാച്ച് ചെയ്യുക. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ സിംഗപ്പൂർ എക്കോണമിയിൽ നല്ലൊരു ഡിക്ലൈൻ വരാൻ സാധ്യതയുണ്ട്. അതായത് അവരുടെ ഒരു ഇൻഡിപെൻഡൻസിന് ശേഷമുള്ളതിനെക്കാട്ടിലും നല്ലൊരു ഡിക്ലൈൻ വരാൻ സാധ്യതയുണ്ട്. അത് വളരെ വീക്കായിട്ടുള്ള എക്കോണമിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു പ്രധാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ വീണ്ടും ലോക്ക്ഡൗണിൽ കൂടുതൽ റിലാക്സേഷൻ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഏകദേശം 1.5 ലക്ഷത്തിലേക്ക് ഇത് കൊറോണ കേസസ് റീച്ച് ചെയ്യാൻ പോകുന്നു. അതും ദിവസം നോക്കുകയാണെങ്കിൽ ഇപ്പം 6000-ന് മുകളിൽ കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസുകളിലേക്ക് കെയർഫുള്ളായിട്ടിരിക്കുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലും അതുപോലെ തന്നെ ഈ ന്യൂസുകളൊക്കെ കൂടുതലായിട്ട് വാച്ച് ചെയ്യുക. നല്ല സ്റ്റോക്കുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് തുടരുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.